Dear students, welcome to Learner's World. In this video, I am going to talk about questions and answers of the speech. My immigration story by Tanley. First semester, Calcutta University, FIUGP, English Language Skill for Literatures. Answer the following questions in 2 or 3 sentences. അപ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ എഴുതുമ്പോൾ 2 or 3 സെൻറ്റൻസസിലാണ് ആൻസർ ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ജേർണി അണ്ടർടേക്കൺ ബൈ ദ 4-year-old ഗേൾ ആൻഡ് ഹെർ ഫാമിലി ഹു വർ വിത്ത് ഹെർ? അപ്പോൾ ഈ ഒരു സ്പീച്ചിൽ മൈ ഇമിഗ്രേഷൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പീച്ചിൽ ടാൻലെയും 4-year-old ആയിട്ടുള്ള ടാൻലെയും അവളുടെ ഫാമിലിയും ആ ഒരു ജേർണി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ആരൊക്കെയായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്? ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ജേർണി അണ്ടർടേക്കൺ ബൈ ദ 4-year-old ഗേൾ ആൻഡ് ഫാമിലി റെപ്രസെൻറ്റ് ദ ഫാമിലീസ് എസ്കേപ്പ് ഫ്രം വിയറ്റ്നാം ടു സീക്ക് സേഫ്റ്റി ആൻഡ് എ ബെറ്റർ ലൈഫ്. അവർ വിയറ്റ്നാമിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് എസ്കേപ്പ് ചെയ്യാണ് ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട്, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട്. Tanley was accompanied by her mother, grandmother and sister during this dangerous voyage. അപ്പോൾ ടാൻലെയുടെ കൂടെ അമ്മ ഉണ്ടായിരുന്നു, സിസ്റ്റർ ഉണ്ടായിരുന്നു, ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. വൈ ഡിഡ് ദ മദർ ഹാവ് എ സ്മോൾ ബോട്ടിൽ ഓഫ് പോയ്സൺ വിത്ത് ഹെർ? എന്തുകൊണ്ടാണ് അമ്മ എപ്പോഴും ആ ഒരു സമയത്ത് ആ ഒരു ജേർണിയിൽ പോയ്സൺ കൊണ്ടുപോയിരുന്നത്? ദ മദർ ക്യാരിഡ് എ സ്മോൾ ബോട്ടിൽ ഓഫ് പോയ്സൺ ബിക്കോസ് പോയ്സൺ ആസ് എ ലാസ്റ്റ് റിസോർട്ട് ടു അവോയ്ഡ് ബീങ് ക്യാപ്ചർഡ് ബൈ പൈറേറ്റ്സ്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഇമ്മൻസ് ഡേഞ്ചേഴ്സ് ദേ ഫേസ് ഡ്യൂറിങ് ദെയർ എസ്കേപ്പ്. അപ്പോൾ അവർ വിയറ്റ്നാമിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഒരു സ്മോൾ ബോട്ടിലാണ് പോകുന്നത്. അവരുടെ ജേർണി അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. അവിടെ പൈററ്റ്സ് ഉണ്ടാകും, റേപ്പ് ഉണ്ടാവും, ഡെത്തൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത അവർ മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പൈററ്റ്സ്, അതായത് കടൽ കൊള്ളക്കാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അവർ പിടിക്കപ്പെടുന്നതിന് മുമ്പേ പോയ്സൺ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയ്സൺ കൊണ്ടുപോയിരുന്നത്. ഹൗ ഡസ് ടാൻലെ ഡിസ്ക്രൈബ് ദ ഇമ്പാക്റ്റ് ഓഫ് ഹെർ ഗ്രാൻഡ് ഫാദേഴ്സ് ലൈഫ് ഓൺ ഹെർ ഓൺ? എങ്ങനെയാണ് ടാൻലെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഗ്രാൻഡ് ഫാദറുടെ ലൈഫ് അവളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ടാൻലെ റിഫ്ലെക്ട്സ് ഓൺ ഹൗ ഹെർ ഗ്രാൻഡ് ഫാദേഴ്സ് ഷാറ്റർഡ് ഡ്രീംസ് ആൻഡ് സാക്രിഫൈസ് ലെഫ്റ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ ഹെർ. ഹിസ് റെസിലിയൻസ് ഇൻ ദ ഫേസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡിഫീറ്റ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ഹെർ ഓൺ ഡിറ്റർമിനേഷൻ ടു എൻഡ്യൂർ. അപ്പോൾ ടാൻലെ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഗ്രാൻഡ് ഫാദറുടെ ഷാറ്റേർഡ് ആയിട്ടുള്ള ഡ്രീംസ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ സാക്രിഫൈസസ് ഒക്കെ. അതിൽ അവൾക്കൊരു ലാസ്റ്റിംഗ് ഇംപ്രഷനാണ് അവളിൽ ഉണ്ടാകുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് അവൾക്ക് ഡിറ്റർമിനേഷൻ ടു എൻഡ്യൂർ, എന്തു സഹിക്കാനുള്ള ഒരു ഡിറ്റർമിനേഷൻ അവൾക്ക് കിട്ടുന്നുണ്ട്. അവൾക്ക് ഇതിൽ നിന്നൊരു ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹു ഈസ് മായി ആൻഡ് വാട്ട് വാസ് ദ ടാസ്ക് അണ്ടർടേക്കൺ ബൈ ഹർ ആഫ്റ്റർ ഹർ ഫാദേഴ്സ് ഡെത്ത്? ആരാണ് മായി? അതുപോലെ അവളുടെ അച്ഛൻ്റെ മരണശേഷം അവൾ എന്ത് ടാസ്ക്കാണ് ഏറ്റെടുത്തത്? Maya Stanley's mother, at the age of 18, her father died. After her father's death, she led the family in fleeing Vietnam. Her goal was to provide a better life for them in Australia. മായി എന്ന് പറയുന്നത് ടാൻലെയുടെ മദറാണ്. 18 years old ആയ സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ മരണശേഷം അവളാണ് ആ ഫാമിലിയെ ഏറ്റെടുത്തത്. ആ ഫാമിലീനെ വിയറ്റ്നാമിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് എസ്കേപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തത് ടാൻലെയുടെ ഈ ഒരു അമ്മയാണ്. അതുപോലെ ടാൻലെയുടെ മദറിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ ബെറ്റർ ലൈഫ് തന്നെ ആശ്രയിച്ച തൻ്റെ മക്കൾക്കും അതുപോലെ ഗ്രാൻഡ് മദറിനൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. Where did Tanley and her family settle after arriving in Australia? ഓസ്ട്രേലിയയിലെത്തിയതിന് ശേഷം ടാൻലെയും ഫാമിലി എവിടെയാണ് സെറ്റിൽഡ് ആയത്? ടാൻലെ ആൻഡ് ഹർ ഫാമിലി സെറ്റിൽഡ് ഇൻ എ വർക്കിംഗ് ക്ലാസ് സബർബ് ഇൻ മെൽബോണിലൊരു വർക്കിംഗ് ക്ലാസ് സബർബിലാണ് അവർ സെറ്റിൽഡ് ആയത്. ഹൗ ഡിഡ് ടാൻലെസ് മദർ സപ്പോർട്ട് ദ ഫാമിലി ഇൻ ഓസ്ട്രേലിയ? ഓസ്ട്രേലിയയിൽ ടാൻലെയുടെ മദർ എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്തത്? ടാൻലെസ് മദർ സപ്പോർട്ടഡ് ദ ഫാമിലി ഇൻ ഓസ്ട്രേലിയ ബൈ വർക്കിംഗ് ഓൺ ഫാംസ് ആൻഡ് ഇൻ ഫാക്ടറീസ് വൈൽ ഓൾസോ സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഹർ ഹാർഡ് വർക്ക് അലൗഡ് ദ ഫാമിലി ടു സർവൈവ് ആൻഡ് അഡോപ്റ്റ് ഇൻ ദെയർ ന്യൂ കൺട്രി. അപ്പോൾ ടാൻലെയുടെ മദർ ഫാമിലിനെ സപ്പോർട്ട് ചെയ്തത് ഒരേ സമയം ഫാമിൽ ജോലി ചെയ്യും, അതുപോലെ ഫാക്ടറിയിൽ ജോലി ചെയ്യും, അതേസമയം ഇംഗ്ലീഷും സ്റ്റഡി ചെയ്തിരുന്നു. അവരുടെ ആ ഹാർഡ് വർക്ക്
ആണ് ഫാമിലീനെ ആ ഒരു ന്യൂ കൺട്രിയിലേക്ക് അഡോപ്റ്റ് ചെയ്യാനും സർവൈവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തത്. ഹൗ ഡി ടാലി കോപ്പ് അപ്പ് വിത്ത് ഡിസ്ക്രിമിനേഷൻ ഷീ ഫേസ്ഡ് ഇൻ സ്കൂൾ? എങ്ങനെയാണ് സ്കൂളിൽ ടാലിയെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ അവൾ എങ്ങനെയാണ് നേരിട്ടത്? ടാലി ഫോക്കസ്ഡ് ഓൺ ഹെർ എഡ്യൂക്കേഷൻ ആൻഡ് എക്സൽഡ് ഇൻ ഹെർ സ്റ്റഡീസ് ഡെസ്പൈറ്റ് ഫേസിങ് ഡിസ്ക്രിമിനേഷൻ. ഷീ യൂസ്ഡ് ദീസ് ചാലഞ്ചസ് ആസ് മോട്ടിവേഷൻ ടു സക്സീഡ് അക്കാഡമിക്കലി. അപ്പോൾ ടാലി എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അവൾ അതിൽ എക്സലൻ്റായി. അങ്ങനെ അവൾക്ക് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ അവൾക്ക് അക്കാഡമിക്കലി സക്സീഡ് ചെയ്യാൻ ഈ ഒരു സിറ്റുവേഷൻ അവളോട് കാണിക്കുന്ന ആ ഒരു വിവേചനം ഒരു മോട്ടിവേഷനായി എന്നാണ് പറയുന്നത്. വാട്ട് റെക്കഗ്നിഷൻ ഡിഡ് ടാലി റിസീവ് വൈൽ ഷി വാസ് ഫൈനൽ ഇയർ ലോ സ്റ്റുഡൻറ്റ്? ടാലി ഫൈനൽ ഇയർ ലോ സ്റ്റുഡൻ്റ് ആയ സമയത്ത് അവൾക്ക് എന്ത് റെക്കഗ്നിഷനാണ് കിട്ടിയത്? ടാലി വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ യങ് ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയർ വൈൽ ഷി വാസ് എ ഫൈനൽ ഇയർ ലോ സ്റ്റുഡൻറ്റ്. അവൾ ഫൈനൽ ഇയർ ലോ സ്റ്റുഡൻ്റ് ആയ സമയത്ത് അവൾക്ക് കിട്ടിയിട്ടുള്ള റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് യങ് ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയർ അവാർഡായിരുന്നു. വാട്ട് മോട്ടിവേറ്റഡ് ടാലി ടു സ്പീക്ക് ഔട്ട് ഓൺ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ? ടാലിക്ക് എന്ത് മോട്ടിവേഷനാണ് കിട്ടിയത് യൂത്തിന് അൺഎംപ്ലോയ്മെൻറ്റ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ? ടാലിസ് എക്സ്പീരിയൻസ് ആസ് എ റെഫ്യൂജി ആൻഡ് ദ ഹാർഡ്ഷിപ്സ് ദ ഫാമിലി എൻഡ്യൂർഡ് ഇൻസ്പയർഡ് ഹെർ ടു സ്പീക്ക് ഔട്ട് ഓൺ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് യുവതലമുറയുടെ തൊഴിലില്ലായ്മ, അതുപോലെ എഡ്യൂക്കേഷൻ, ഇതിനൊക്കെ സംസാരിക്കാനുള്ള അവളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അവളുടെ ലൈഫിലെ എക്സ്പീരിയൻസ് തന്നെയാണ്. അവളൊരു റെഫ്യൂജി ആയിരുന്നു, ഒരു അഭയാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളും അവളുടെ ഫാമിലി ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവൾക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ഈ ഒരു കാര്യം സംസാരിക്കാൻ. ഹൗ ഡി ടാലിസ് ഗ്രാൻഡ് മദർ ചലഞ്ച് ദ നോഷൻ ഓഫ് ഇറ്റ് ക്യാൻ ബി ഡൺ? എങ്ങനെയാണ് ഗ്രാൻഡ് മദറുടെ ആ ഒരു ചലഞ്ച് ഇറ്റ് ക്യാൻ ബി ഡൺ, ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എങ്ങനെയാണ് ഗ്രാൻഡ് മദർ ഒരു ചലഞ്ചായിട്ട് എടുത്തത്? Tali's grandmother defied societal norms by prosecuting her husband and winning in court. Her strength and determination showed that even in difficult circumstances, change is possible. ടാലയുടെ ഗ്രാൻഡ് മദറെ തന്നെ ടോർച്ചർ ചെയ്തിട്ടുള്ള ഹസ്ബൻഡിനെ കോർട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് വാദിക്കുകയും അങ്ങനെ അത് വിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ ആ ഒരു സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസിൽ ഒരു ചേഞ്ച് പോസിബിൾ ആണ് എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു.